ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരി ശരി, ഇന്നിപ്പോ അതിനെ ചൊല്ലി വേറൊരു സംസാരം വേണ്ട. നമുക്ക് ഇറങ്ങാൻ സമയല്ലേ? ഇറങ്ങാം. എന്നാൽ ഇനി വൈകണ്ട. വരുൺ, പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുന്നില്ലേ? ശരി അച്ഛാ. വാ മാ, വാ. ദൈവമേ, എന്താടാ, എന്തു പറ്റി? എന്താന്ന് അറിഞ്ഞൂടോ? എടാ, പെട്ടെന്ന് നോക്കി, എനിക്ക് വേഗം എത്താനുള്ളതാ. നോക്കാം. ദൈവമേ, ഇവന്റെ ഒരു പൊട്ട ഓട്ടോയും. ശരിയായില്ലേടാ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഏത് നേരത്തോ എന്തോ ഇതീ വന്ന് കേറിയത്. എന്താമ്മേ, വരുൺ റെഡിയായി കഴിഞ്ഞില്ലേ? അത് ഞാനല്ലല്ലോ നോക്കുന്നത്, സൂര്യയാണ് അതിന്റെ ഇൻചാർജ്. ഈ വിവാഹം നടക്കുന്നതില് ഏറ്റവും വലിയ സന്തോഷം അവന്. അവൻ സ്വന്തം അനുജത്തിയായി കണ്ട കുട്ടിയല്ലേ ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നത്. ഒരു കണക്കിന് ആള് കുറഞ്ഞുള്ള ഈ ചടങ്ങ് തന്നെ നല്ലത്. ഇല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാ. ആരൊക്കെ വന്നു, ആരൊക്കെ വന്നില്ല, ഇറങ്ങാൻ സമയമായോ ഇല്ലയോ, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. കുറെ കാലായിട്ട് നമ്മുടെ വീടിന് മുകളിൽ ഒരു കാർമേഘം ഉണ്ടായിരുന്നു. ഇപ്പോ അതങ്ങ് ഒഴിഞ്ഞുപോയി. ഇനിയെങ്കിലും കണിമംഗലത്തൊരു ആശ്വാസം ഉണ്ടാവട്ടെ. എന്താ ഉർവശി, ചന്ദ്രശേഖരനെ ഇതുവരെ കാണാത്തത്? ചന്ദ്രേട്ടൻ നല്ല തിരക്കില. ഞാൻ അറിയാത്ത എന്ത് തിരക്കാ അവനുള്ളത്? അച്ഛാ, ചെറിയച്ഛനെ സ്വല്പം പിണക്കമുണ്ട്. ചെറിയച്ഛൻ ഏർപ്പാടാക്കിയ വക്കീല് എല്ലാവരെയും ചതിച്ചു എന്നൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ. അത് സത്യമല്ലേ? വരുണിനെയും രാധികയും പുറത്തിറക്കാൻ വേണ്ടി കോടതിയില് അയാള് സംസാരിച്ചിരുന്നില്ലല്ലോ. അതല്ലേ എല്ലാവരും പറയുന്നേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരാളെ മാറ്റിയതിൽ എന്താ കുഴപ്പം? ശരിയമ്മേ, വക്കീലിനെ മാറ്റിയ കാര്യത്തിലും പുതിയ വക്കീലിനെ വെച്ച വിഷയത്തിലൊക്കെ ചെറിയച്ചനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ മംഗളകരമായ ഒരു കാര്യത്തിന് പോകുന്നുണ്ട്, അത് വേണ്ട. വിട്ടേക്കേട്ടാ. ഇനിയെങ്കിലും നമ്മുടെ കുടുംബത്തില് എല്ലാവരും ചേർന്നൊരു ഐക്യം ഉണ്ടാവണം. പരസ്പരം വേർതിരിഞ്ഞ് മത്സരിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ ഘടന തന്നെ തെറ്റിപ്പോയി, അല്ലേ അച്ഛാ? എല്ലാറ്റിന്റെ ഒരു അവസാനമായിട്ടാണ് വരുണിന്റെയും രാധികയുടെയും വിവാഹം ഞാൻ കാണുന്നത്. ഇവിടെ നിന്നങ്ങോട്ട് എല്ലാവരും അവരവരുടെ പെരുമാറ്റം കുറച്ചൊക്കെ നിയന്ത്രിക്കണം. പത്മിനി, ഏത് വീടിന്റെയും നടുത്തളത്തിലേക്ക് പ്രശ്നം എത്തുന്നത് അടുക്കളയിൽ നിന്നാണ്. അത് ശ്രദ്ധിക്കേണ്ടത് നിന്റെ ചുമതലയാണ്.
ഉം. പത്മിനി നോക്കാൻ മറന്നാല് അത് ഞാൻ നോക്കിക്കൊള്ളാം. രാധിക മോൾ ഇങ്ങോട്ട് വന്നോട്ടെ. ശരി ശരി, ഇന്നിപ്പോ അതിനെ ചൊല്ലി വേറൊരു സംസാരം വേണ്ട. നമുക്ക് ഇറങ്ങാൻ സമയമില്ലേ? ഇറങ്ങാം. എന്നാൽ ഇനി വൈകണ്ട. ആ വരുൺ, പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുന്നില്ലേ? ശരി അച്ഛാ. ഈശ്വര, രാധികയുടെ വിളി കേൾക്കുന്ന ദൈവം, അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. എന്നും എപ്പോഴും അവിടുത്തെ ഭക്തയായ രാധിക എന്നെ കൊണ്ട് അയാൾക്ക് കൊടുക്കാവുന്ന സന്തോഷം മുഴുവൻ ഞാൻ അയാൾക്ക് കൊടുക്കും. അനുഗ്രഹമായിട്ട് കൂടെ ഉണ്ടാവണം. എന്റെ ദൈവമേ, എന്താടാ ഇപ്പൊ എങ്ങനെ ഒന്ന് ശരിയാവോ? ചേച്ചി കഴിഞ്ഞു, ഞാൻ സ്റ്റാർട്ട് ആ ചെയ്തു. എന്നാ പോയി സ്റ്റാർട്ട് ചെയ്. നാശം പിടിച്ചവളുടെ കാര്യത്തിന് പോകുമ്പോഴെപ്പോഴും തടസ്സങ്ങളാ. ചേച്ചി കേറിക്കോ. ആ കേറിക്കോ. ആ കേറട്ടെ, തുറക്കുന്നുമില്ല. ആ പോട്ടെ. അതെ, മാർക്കറ്റ് റോഡിൽ ചെറിയൊരു വഴിയുണ്ട്, അതുവഴി പോകാമെങ്കിൽ പെട്ടെന്നെത്താം. എടാ എന്നാ പിന്നെ ആദ്യമേ അതിലെ അങ്ങ് പോയാ പോരായിരുന്നോ? ചിലർക്ക് മാർക്കറ്റിലൂടെ പോകുന്ന ഇഷ്ടാവില്ല, അതുകൊണ്ടാ. എങ്ങോട്ടാന്ന് വെച്ചാ ഒന്ന് എടുക്ക്, പെട്ടെന്ന് വേണം. ഓ പോട്ടെ. ആ ഒന്ന് പെട്ടെന്ന് പോ.